നാട്ടിലുള്ള കുന്നും മല്ലൊന്നും ഇനി ടൂറായിട്ട് പറഞ്ഞ് കാണിക്കണ്ടെന്ന് ഒരേ നിർബന്ധം. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്വേറിയായ മറൈൻ വേൾഡിലേക്ക് ഞാൻ അവളെ കൊണ്ടുവന്നേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. അതേപോലെ 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും കാറ് പാർക്കിങ്ങിനായിട്ട്. ആ 100 രൂപ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് തരും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അക്വേറിയത്തിന്റെ എൻട്രൻസിലേക്ക് നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ മോളയും കാര്യങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാർ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് ഈ എൻട്രൻസ് വരെ ഏകദേശം ഒരു 100 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ വലിയ അടാറൊരു ഗേറ്റ് കാര്യങ്ങളൊരു ഇതൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ആമേനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലുപ്പമുണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ പോണ വഴിയിലൊക്കെ എന്തൊക്കെ രീതിയിൽ അലങ്കാരങ്ങളൊക്കെ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ആമ നമ്മളെ തന്നെയാണ് നോക്കണമെന്നാണ്, അതും വാ തുറന്ന് നിൽക്കണം. ഇതിന്റെ ഫ്രണ്ട് ഏരിയയിലല്ല ടിക്കറ്റ് കൗണ്ടർ, കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോകണം. ഫുട്ബോൾ കളി കഴിഞ്ഞിട്ടും അതിന്റെ ഫ്ലാഗും കാര്യങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. കുറച്ചും കൂടി ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇവിടെ അഡൽട്ടിന് സാധാരണ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 400 വെച്ചാണ് പെർ ഹെഡ്. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 350, പിള്ളേർക്കാണെങ്കിൽ 280. പിന്നെ അക്വേറിയം കൂടാണ്ട് അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് തരണം, അതായത് അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ ലോക മഹാത്ഭുതങ്ങളൊക്കെ സെറ്റ് ചെയ്ത വേറൊരു സംഭവം കൂടി ഉണ്ട്. അതുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടി എടുക്കാം. അത് നമ്മൾ ഒരുമിച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 200 വെച്ച് എക്സ്ട്രാ കൊടുത്താൽ മതി. അതല്ല സെപ്പറേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ കൂടുതലാണ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പൊ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതിനുവേണ്ടി മാത്രമായിട്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി വെക്കണം. ചെരുപ്പ് ഇടാണ്ട് വേണം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറലും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായി, അതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ ഒരു സെറ്റപ്പിന്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ മുകളിൽ നിന്ന് അത് ക്ലോസ് ചെയ്ത് പോവും. പിന്നെ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ കാര്യങ്ങൾ വരാണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ സാധനം മുകളിലേക്ക് എടുത്ത് വരും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണുമ്പോൾ അറിയാൻ കണ്ട പിരമിഡാണ്. പിരമിഡും നമ്മുടെ മമ്മി കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ മഹാത്ഭുതമായിട്ട് അവർ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിനുള്ളിൽ ഒരു സൈഡാണ് നമ്മൾ ചില്ലും കാര്യങ്ങൾ, അതായത് ഇത് കാണാനുള്ള ഭാഗത്തിനുള്ളത്. ബാക്കി മറ്റേ സൈഡ് നമ്മൾ പിന്നെ ഇരിക്കുന്ന സൈഡാണ്. ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. അതുപോലെ രണ്ടാമത്തെ മഹാത്ഭുതം കൊളോസിയം. ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല കാണാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളിതെല്ലാം ഒരു 10 മിനിറ്റ് ടൈം കൊണ്ടാണ് ഇതെല്ലാം ചുറ്റി കാണിച്ചു തരുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോഴേക്ക് മനസ്സിലായി നമ്മുടെ ടൈറ്റാനിക് ആണ്. അവിടെ നമ്മുടെ തകർന്നു പോയ ടൈറ്റാനിക്കിൻ്റെ ഒരു ഷേപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളുണ്ടല്ലോ, ഇത് വളരെ നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റാച്ചു പോലെ. പക്ഷെ ആക്ച്വലി ജീവനുള്ള മീൻ തന്നെയാണ്. അതും നമ്മുടെ ഈ ഒരു ബോട്ട് പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ചലിച്ചുകൊണ്ടുള്ള ഇരിക്കണേ. എന്നിട്ടും ഈ മീനുകൾ അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുക. കണ്ട അപ്പുറത്ത് ചില മീനുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം തന്നെ കവർ ചെയ്തത് ചൈന മതിലാണെന്ന് തോന്നുന്നുണ്ട്. തോന്നലല്ല, അത് കറക്റ്റ് തന്നെയാണ്. ഈ മീനുകൾ വല്ല സീക്രട്ടായിട്ടുള്ള വല്ല മീറ്റിങ്ങിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ചൈന മതിലായതുകൊണ്ട് തന്നെ കണ്ട ഡ്രാഗന്റെ സെറ്റപ്പ് കൂടി, അത് ആ ഷേപ്പും കൂടി ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഇതിനുള്ളിൽ ഇരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഇരുട്ട് റൂം പോലെയാണ്. ഇത് ആക്ച്വലി അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാലും നമ്മുടെ വാട്ടറിന്റെ താഴേക്കോ അങ്ങനെ അധികമൊന്നും നമ്മൾ പോകണില്ല. ഏകദേശം വാട്ടറിന്റെ ഉള്ളിൽ ഉള്ള നിലയ്ക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് നേരെ മുകളിൽ ഒരു റെയിൽ പോലെ ഒരു സെറ്റപ്പിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താന്നിങ്ങനെ പോകുന്നൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് അതല്ല കേട്ടോ. അപ്പം അതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത്. അടുത്ത് വരാൻ പോണ മഹാത്ഭുതം ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹലാണ്. താജ്മഹൽ നേരിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെറിയ ഒരു മിനി മോഡൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം. അത്യാവശ്യം ഏകദേശം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന ഈ സംഭവം എനിക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അതേപോലെ ഈ ഒരു സംഭവം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേരും കാര്യങ്ങളും എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറത്തേക്ക് പോകുന്ന സമയമായി. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അണ്ടർ വാട്ടറിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന പാസ് ഒരിക്കലും കളയരുത്. കാരണം ഓരോരോ കൗണ്ടറിലേക്ക് കയറുന്ന ഒരു പാസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെയധികം നന്നായി, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മൊത്തത്തിൽ AC ആണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നല്ല ചൂടിന്ന് വരാണെങ്കിലും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇവിടെ 200-ലധികം വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടെന്നാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഓരോരോ മീനുകൾ ഇട്ടാണ് ആ ഒരു സ്ഥലത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് വായിച്ച് നോക്കി മനസ്സിലാക്കാം. പിന്നെ ഈ കാറ് അക്വേറിയാക്കിയത് കൊള്ളാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പഴയ പ്രീമിയർ പത്മിനിയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതേപോലെ എന്തൊക്കെ വെറൈറ്റിയാണ് ഉള്ളിൽ കാണാനുള്ളത് നമുക്ക് നോക്കാം. മഴവില്ല് പോലെ എല്ലാ കളറിലുള്ള ഈ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ വീട്ടിൽ അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കളർഫുൾ ആയിരിക്കും.
എൻ്റെ പൊന്നു മോനെ ഒറ്റടിക്ക് ഞാൻ പേടിച്ചു, കാരണം മീനെ മാത്രം നമ്മൾ നോക്കി പ്രതീക്ഷിച്ച് വരണം. അപ്പോഴാണ് മത്സ്യകന്യകയുടെ ഒരു വികൃതമായൊരു രൂപം. ഓരോരോ മീനിനെ കണ്ട് ആസ്വദിച്ച് പോകാന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും, കാരണം അത്യാവശ്യം ഏരിയും കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇങ്ങനെയുള്ള ഒരു അക്വേറിയക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് ലോകത്ത് ഇത്രയധികം മീനുകളും വെറൈറ്റികളും ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണേ. അപ്പം നമ്മൾ നേരത്തെ പ്രീമിയർ പത്മിനി കണ്ട പോലെ തന്നെ ആപ്പയിലും ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കണ്ടൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വരുന്നതോറും ഓരോരോ വെറൈറ്റി മീനുകളാണ് ഒരു മാക്സിമം നമ്മളെ കാണിക്കണത് അല്ലെങ്കിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അധികം റിപ്പീറ്റ് ആയിട്ടുള്ള മീനുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇവിടെ നിന്ന് കാണുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ ചീങ്കണ്ണി മീനാന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാരണ ബ്ലാക്കും കാര്യങ്ങളൊക്കെയാണ്, ഇവ നല്ല പ്യുവർ വൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ചില മീനുകളൊക്കെ വളരെയധികം കളർഫുള്ളാണ്. നമ്മൾ വിചാരിക്കുക അതിൻ്റെ മുകളിൽ വല്ല എന്തോ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചാൽ കാണുന്നത്, അത്രയും കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. മൊത്തം വെറൈറ്റി മീനെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ നാടൻ നമ്മുടെ കൂരി, അതായത് മഞ്ഞക്കൂരിനെ വരെ അവർ കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാൽ ഈ മഞ്ഞക്കൂരി തന്നെ എപ്പോഴും കിട്ടാം. വീണ്ടും നമ്മളെ പേടിപ്പിക്കാനായിട്ട് പട്ടണത്തിൽ ഭൂതം പോലെ തന്നെ ഭൂതത്തിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവനാണ് നമ്മുടെ മീനുകളിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ അരാപ്പൈമ. അപ്പോൾ കാണാൻ തന്നെ ഭംഗിയുണ്ട്, അതേപോലെ ഭയങ്കര ഡേഞ്ചറുമാണ് കേട്ടോ. അതിൻ്റെ വാലൊക്കെ കണ്ടില്ലേ വിരിഞ്ഞ്, അതുപോലെ റെഡിഷ് ആയിട്ടുള്ള ഇതൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. കാണാൻ ആളുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ഇത് കൂടുമെന്ന് പറയില്ലേ, അതേപോലെ കണ്ടത് അവിടെ വാലൊക്കെ അങ്ങോട്ട് വീശിയാണ് പോണത്. പിന്നെ നമ്മളങ്ങനെ പോയി ഏകദേശം ഒരു വെട്ടം വെളിച്ചുള്ള, അതായത് വെളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഒരുപാട് ഓപ്പൺ അല്ല. ഇവിടെ നമുക്ക് ഇരുന്ന് ഫിഷ് സ്പാ ചെയ്യാന്ന് പറയണത്, നമ്മുടെ കാലൊക്കെ കൊത്തി വൃത്തിയാക്കി തരുന്ന പറയണേ. ഇതിൻ്റെ ചുറ്റും ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ അവർ കൊണ്ടിട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ മീനുകളാണ്, എന്നാലും കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് പൊതുവെ വലിയ തിരക്കൊന്നുമില്ല, ചില ദിവസങ്ങളൊക്കെ നല്ല തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞേ. അപ്പം എന്തായാലും ഇവിടെ വരെ വന്നതല്ല, അപ്പോൾ നമ്മുടെ കാല് ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. മീനുകൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കാല് കൊത്തി, കാരണം കാല് വെച്ചപ്പോഴേക്കും ആളുകൾ വന്ന് ആക്രമണം തുടങ്ങി. നന്നായിട്ട് അവർ കൊത്തി, എന്താ പറയുക, നല്ല ഇക്ലി വന്നിട്ടാണ്, നല്ല രീതിയിൽ തന്നെ അവർ നല്ല പെരുമാറുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എൻ്റെ കാല് അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ കാല് കുറച്ച് വരവുള്ളുണ്ട്. അപ്പോൾ വരവുള്ളണ കാലൊക്കെ ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. ഈ ഫിഷ് സ്പാ തികച്ചും ഫ്രീ ആണ്, അതിന് വേറെ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. എന്തായാലും നിങ്ങൾ കാശ് കൊടുത്ത് കയറി വരണതല്ല. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് ആ മീനുകൊണ്ട് കൊത്തിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയാൽ മതി. പിന്നെ ഈ ഒരു പോയിന്റിൽ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളുണ്ട്. നമുക്ക് വല്ല ജ്യൂസോ സ്നാക്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു നീരാളിയുടെ രൂപം കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയിട്ടാണ് കാണാനായിട്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു മത്സ്യകന്യക. പിന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് മീനുകളൊക്കെ കണ്ടുവന്നതുകൊണ്ട് ഈ ഏരിയയിൽ എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ മൂവ് ചെയ്യും. ഇത്ര നേരം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു. ഇനി അവിടെ നിന്ന് വീണ്ടും ഒരു ക്ലോസ് ആയിട്ടുള്ള ഏരിയക്കാണ് നമ്മൾ പോണത്. ചിലപ്പോൾ ഇതിൽ വല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, നോക്കാം. ഇവിടെ നമ്മുടെ പെങ്കിനൊക്കെ ഉള്ള ഒരു ഐസ് മലയുടെ ഒക്കെ ഒരു പ്രതീതി തരുന്ന ഒരു സെറ്റപ്പൊക്കെയാണ് കണ്ടത്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുള്ള സ്റ്റാഫും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡൈനോസറിൻ്റെ ചെറിയ മോഡലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ റെയിൻ ഫോറസ്റ്റ് എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത്, പോയി നോക്കാം. ഈ മരത്തിൻ്റെ ഷേപ്പൊക്കെ ഒരു രസമുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ലുക്ക് തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ആമ, ഈ മരത്തിൻ്റെ അടിയിലായിട്ടാണ് കുറേ ആമേനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മറ്റേ നക്ഷത്രാമയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നക്ഷത്രാമയൊന്നുമില്ല കേട്ടോ, വേറെ സാധാരണ ആമയാണെന്ന് എനിക്ക് തോന്നണേ. ഇതായിരിക്കും ഇവർ പറഞ്ഞ റെയിൻ ഫോറസ്റ്റ്, കാരണം മരത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസും കാര്യങ്ങളും കിട്ടും കേട്ടോ, നല്ല ബാക്ക്ഗ്രൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ്. എന്താ പറയുക, സിംഹവും പുലിയും മാനും സകല സാധനവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് മാറി നമ്മൾ വീണ്ടും വേറൊരു ഏരിയയിലേക്ക് പോവാണ്. അതായത് ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രതീതിയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരുപാട് ചെറിയ മീനുകളൊക്കെ ഇട്ട് വെച്ചാൽ കുറേ സെറ്റപ്പും കാര്യങ്ങളും കാണുന്നുണ്ട്. എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണുള്ളൂ, കാരണം നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വെറൈറ്റി കണ്ടാൽ നോക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഫൈറ്റർ അല്ലേ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മീനും കൊണ്ടുവച്ചിട്ടുണ്ട്, സ്റ്റാർ ഫിഷ്. ഇതിൻ്റെ കളറൊക്കെ കാണുന്ന സമയത്ത് വെൽവെറ്റ് ഇതുമ്പോൾ കട്ട് ചെയ്ത് തുന്നി ചേർത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണം. ഈ സ്റ്റോൺ ഫിഷ്, അതായത് ഈ കല്ലുമീൻ ഞാൻ നോക്കി തോറ്റു, കാരണം കുറേ നോക്കിയിട്ടൊന്നും കാണാനില്ല. പിന്നെ മനസ്സിലായ ഈ കല്ലുമീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈഡിലിരിക്കുന്ന ദിവനുണ്ടല്ലോ, ഇതാണ് കല്ലുമീൻ എന്നുള്ളത്. എന്താല്ലേ, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചെകളുടെ ഭാഗത്തായിട്ട് ചെറിയൊരു അനക്കം കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്കത് മീനാണെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ മീനുകളുടെ മോഡലുകളൊക്കെ അവിടെ മുകളിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചെമ്മീനുണ്ട്, കൊഞ്ചുണ്ട്, വേറെയും കുറേ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവ നമ്മുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കേട്ടോ, നമ്മുടെ ഈലേ. എൻ്റെ തോട്ടത്തിൽ ഇവന് കുറച്ചുകൂടി ഒരു സ്പേസ് കിട്ടണമെന്ന് എനിക്ക് തോന്നണേ, അല്ലെങ്കിൽ ഇവനൊന്ന് നീന്തി തുടിക്കാനുള്ളൊരു സ്പേസ് ഒന്നും പോരാ എന്നെനിക്ക് തോന്നി. അടുത്ത് കാണാൻ പോണ മീനായിട്ട് ഞെട്ടും, കടൽ കൊമ്പൻ. അമരൻ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ച നമ്മുടെ കൊമ്പനാണ് ഈ കാണുന്നത്.
നമ്മുടെ മീൻപിടുത്തക്കാർക്ക് പോലും പേടിയുള്ള നമ്മുടെ മീൻ, അതായത് തെരണ്ടി ഇവിടെ വളരെ ചെറിയ തെരണ്ടിയാണ് കേട്ടോ. കാരണം ഒമാനിൽ അക്വേറിയത്തിൽ ഞങ്ങൾ പോയിപ്പോൾ നല്ല വമ്പൻ തെരണ്ടികൾ കണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. തെരണ്ടികളുടെ ഇടയിലെ സുന്ദരക്കുട്ടൻ അല്ലെങ്കിൽ സുന്ദരി കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല വെറൈറ്റി ഉള്ള സ്ട്രൈപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വീണ്ടും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അതിൻ്റെ താഴെയുള്ള രൂപങ്ങളും അത്യാവശ്യം പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ പോലത്തെ മീനുകൾ തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും സുപരിചിതമായ അരോണയാണ് ഇതിലിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയിലിട്ടാ കാണാനായിട്ട്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല സുന്ദരിയായിട്ടുള്ള മുതലമീനെ കണ്ടായിരുന്നു. ഇത് അത്ര സുന്ദരന്മാരല്ല, കുറച്ച് കറുപ്പന്മാരാണ് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉള്ളിലെ കേവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ട ഇവിടെയും ഒരുപാട് വെറൈറ്റി ഫിഷുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മീനുകളുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡെയിലി വൈസ് ക്ലിയർ ചെയ്യണമെന്ന് തോന്നണേ. അതിനുവേണ്ടി നന്നായിട്ട് ഇങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ മറൈൻ വേൾഡിലെ വിശേഷങ്ങൾ. ഇനിയും മറ്റൊരു നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.